അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDF-ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 75 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പോൾ പിന്നെ കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആള് വരാതിരിക്കാനും വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സീറ്റ് കുറയ്ക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശന്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ വോട്ട് കുറയും, അതായത് തോൽക്കുകയും പോലും അദ്ദേഹത്തിന്റെ ആ നടപടി BJP-ക്കാണ് ഗുണകരമായത്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയും അതിന്റെ ഗുണഭോക്താക്കൾ BJP-യാണ്. ഉദാഹരണമായി ഇപ്പം മഞ്ചേശ്വരത്ത് പറയുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ STP-യുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കാരണമായത് പൊതുസമൂഹത്തിന്റെ വലിയ സമ്മർദ്ദമായിരുന്നു. അതില് ആ പൊതുസമ്മർദ്ദത്തിൽ കേരളത്തിലെ വിവിധ മതസംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാര്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് ഈവൻ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ മത്സരിക്കരുത് എന്ന്, അങ്ങനെ മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ നേർവിപരീതമാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് വി.ഡി. സതീശനോടും അതുപോലെ UDF-ലെ നേതാക്കന്മാരോടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത് ഇത് കോൺഗ്രസിന്റെ ഒരു പോളിസിയാണോ എന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊരാൾ, ഞാൻ മുതിർന്ന ഉദ്ദേശിക്കുന്നത് നയരൂപീകരണ സമിതിയിലെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് SDPI എന്നല്ല ആരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വി.ഡി. സതീശൻ ഇന്നലെ തന്നെ പറയാണ് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയെക്കാളും മുകളിലാണോ വി.ഡി. സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത് അത് കോൺഗ്രസിന്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനെല്ലാം കുറ്റം പറയുന്നത് വി.ഡി. സതീശന്റെ സംസ്കാരം. അപ്പൊ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിന്റെ താല്പര്യം വളരെ ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. ഞങ്ങൾക്ക് ഇതില് ആശങ്കയുള്ളത് കേരളത്തില് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് വിലയിരുത്തപ്പെടുന്നത് UDF-ന് മുൻതൂക്കമുണ്ട് എന്നാണ്. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണുള്ളത്. പക്ഷേ അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് വലിയ മുൻതൂക്കമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കളും അവകാശപ്പെടുന്നുണ്ട്. ആ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ വി.ഡി. സതീശന് കേരളത്തില് മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി സ്ഥാനം AICC ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDF-ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 75 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പോൾ പിന്നെ കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആള് വരാതിരിക്കാനും വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സീറ്റ് കുറയ്ക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശന്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ വോട്ട് കുറയും, അവർ തോൽക്കുകയും ചെയ്യും.